വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളിച്ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഓർമ്മിക്കുക, പെന്തക്കുസ്ത തിരുനാൾ ഏറെ പ്രാർത്ഥനയോടെ സഭ കാത്തിരിക്കുന്ന ദിനങ്ങളാണ്. പെന്തക്കുസ്ത ദിനം തുടങ്ങുന്നത് തന്നെ സാക്ഷ്യത്തിന്റെ ദിനങ്ങൾ അഥവാ സ്ലീഹാകാലം എന്നറിയപ്പെടുന്നു. ഉത്തിതന്റെ വിജയത്തിൽ ആനന്ദിച്ച് അവിടുത്തെ സമാധാനത്തിൽ വിശ്രമിക്കുമ്പോൾ തിരുസഭ നമ്മെ ഉണർത്തുകയാണ് സാക്ഷികളായിരിക്കേണ്ട ദൗത്യത്തിലേക്ക്. മാമോദീസായിലൂടെ സഭയാകുന്ന മിശിഹായുടെ ശരീരത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കപ്പെട്ട ക്രൈസ്തവൻ എന്നും ഓർമ്മിക്കേണ്ട വചനം, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് മാമോദിസ നൽകുവിൻ. സ്ലീഹാകാലത്തിന്റെ വിശുദ്ധ വിചാരങ്ങളിലൂടെ മനസ്സിനെ പരിശോധിക്കുമ്പോൾ വെല്ലുവിളികളായി ഉയരുന്ന ചോദ്യമാണ്, ഉത്തിതനായ മിശിഹായ്ക്ക് ഇന്നോളം എങ്ങനെ സാക്ഷ്യം വഹിച്ചു എന്നത്. ദൈവസ്നേഹത്തിന്റെ മാറ്റുരച്ച് അവിടുത്തെ പാർശ്വത്തിലെ മുറിപ്പാടിനോട് ചേർത്തിരിക്കുന്ന ക്രിസ്ത്യാനി തന്റെ നെഞ്ചെടുപ്പിന്റെ താളം ആരോഗ്യകരമാണെന്ന് തിരിച്ചറിയുന്നത് അവിടുത്തെ പോലെ സഹോദരങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കാനുള്ള ആത്മസമർപ്പണത്തിലാണ്. ആയതിനാൽ വീണ്ടും കൂടുതലായി നാഥനോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അതുവഴി പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഓരോ വിശ്വാസികളിലും അത്ഭുതകരമായി ഉണ്ടാകുവാനും അതിന് ധൈര്യം നൽകേണ്ട നാഥനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ ദൈവമേ, നിന്റെ